കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മേഖലകളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. പകരുന്നു ബലം
തേജസ്സും നിൻ മുഖങ്ങളിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡിവൈഡ് ഓഫ് യുവർ ആസ്പയറിങ് ഫോർ ബ്ലെസ്സിങ്സ്, അനുഗ്രഹത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ അഭിവാഞ്ചകൾക്കപ്പുറത്ത് കർത്താവുമായൊരു ആത്മബന്ധത്തിന് വേണ്ടിയാണ് ഒരു മുൻഗണന കൊടുക്കേണ്ടത്. ഇതിപ്പം മനുഷ്യൻ ചെയ്ത പാപത്തിന് ആരോടാണ് ചെയ്തിരിക്കുന്നത്? എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, ദൈവത്തോടാണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ദൈവിക പദ്ധതികളോട് സഹകരിക്കാതിരിക്കുന്നതാണ് പാപമെന്ന് പറയണത്. അത് ഫിഗറേറ്റീവായിട്ടാണ്, സിംബോളിക്കലായിട്ട് ബൈബിൾ അവതരിപ്പിക്കുന്നത്. ദൈവികമായ വചനങ്ങളോട് അനുസരണക്കേട് കാണും. ദൈവവചനത്തോട് കാട്ടുന്ന അനുസരണക്കേടാണ് പാപമെന്ന് പറയുന്നത്. അതിന് ദൈവകൽപ്പനയുടെ ലംഘനമെന്ന് യോഹന്നാൻ പറയും. 1 യോഹന്നാൻ 3:4 പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. അപ്പം എന്താണ് പാപം എന്ന് ഓക്കെയാണത്. എന്താണ് അതിൻ്റെ സംഭവം? പാപം വചനത്തിൻ്റെ ലംഘനമാണ്. വചനം എന്താണ്? വചനം നമ്മളെ കർത്താവിൽ നിന്ന് വന്നു കർത്താവിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. അതാണ് ഈശോ അവസാനം പറയുന്ന വാക്ക്. പിതാവേ, ഞാൻ അങ്ങേ പക്കൽ നിന്ന് വന്നു, അങ്ങേ പക്കലേക്ക് തിരിച്ചു വരികയാണ്. ചില ആൾക്കാർക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല, വഴിതെറ്റി പോകും. അതാണ് പ്രശ്നം. അതിനാണ് വചനം വെച്ചിരിക്കുന്നത്. ചൂണ്ടുപലകയായിട്ട് ഇതാണ് വഴി, ഇതിലേ പോവുക. പിതാവേ, ഞാൻ അങ്ങേ പക്കൽ നിന്ന് വന്നു, അങ്ങേ പക്കലേക്ക് തിരിച്ചു വരികയാണ്. പലപ്പോഴും സംഭവിക്കുന്നത്, ക്രിസ്തു എങ്ങനെയാണ് തിരിച്ചു പോയത്? കൃത്യമായി ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച് ദൗത്യം പൂർത്തിയാക്കിയാൽ തിരിച്ചു പോണത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ദൈവഭവനത്തിൽ നിന്ന് വന്ന് ദൈവഭവനത്തിലേക്ക് തിരിച്ചു പോകണം. ഇപ്പം ക്രിസ്തുവിലൂടെ എടുത്ത രക്ഷ, ആ രക്ഷയ്ക്ക് വേണ്ടി എടുത്ത മനുഷ്യാവതാര രക്ഷാകരമായ പ്രക്രിയകളെ അതാണ് ദുഃഖ വെള്ളിയാഴ്ചകളൊക്കെ നമ്മൾ ആചരിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യണത്. അപ്പം അതാണ് ആരാധന എന്ന് പറയണത്. അത് ദൈവികമായ ദൈവത്തിൻ്റെ തനി സാന്നിധ്യത്തിനാണ് നമ്മൾ ആരാധന കൊടുക്കുന്നത്. ലാട്രിയ എന്നൊക്കെ പറയും. അത് ദൈവശാസ്ത്ര ഭാഷയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഹൈപ്പർധൂളിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീഷ്ണ വണക്കം. അത് ആർക്കും കൊടുക്കണില്ല. മിസ്റ്റർ സെബസ്ത്യാനോസിനോ ഔസേപ്പിതാവിന് പോലും കൊടുക്കണില്ല. പരിശുദ്ധ അമ്മയ്ക്ക് സഭ കൊടുക്കുന്നത് ഹൈപ്പർധൂലിയ എന്ന് വെച്ചാൽ ഈശോ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ആരാധനയല്ല, അതിതീഷ്ണ വണക്കം.
കൃപാസനത്തിൽ എന്തെല്ലാം തരത്തിലും മാതാവിനെ അതിഥിഷ്ടമായി വണങ്ങണത് ദൈവഹിതമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് കിലോമീറ്റർ വെയിലത്തൂടെ പോകും. അതിഥിഷ്ടം വണക്കുക. എങ്ങനെ പിന്നെ? അതല്ലേ മഴവില്ലുമായി അമ്മ നമ്മുടെ കൂടെ വരണത്. നിങ്ങൾ കണ്ടില്ലേ റാലിക്ക് മഴവില്ല് തെളിഞ്ഞത്? എവിടെയെല്ലാം ഉടമ്പടിയുണ്ടോ അവിടെയെല്ലാം ആ മഴവില്ലിൻ്റെ അടയാളങ്ങൾ. അമ്മയുടെ ഏറ്റവും വലിയ രസം എന്ന് പറയണത് അടയാളങ്ങൾ ഇതുപോലെ ദൈവം അമ്മയ്ക്ക് പ്രത്യേക അധികാരം കൊടുത്തിരിക്കുകയാണ്. എന്താണ്? മനുഷ്യന്മാരുടെ കാര്യത്തിൽ ലളിതമായി ഇടപെടാൻ. ഏറ്റവും വിദ്യാഭ്യാസം, ആധ്യാത്മിക വിദ്യാഭ്യാസം കുറവുള്ളവന് പോലും മാതാവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യും. കാര്യം മാതാവ് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ വിഷയം അറിയാം. കാനായിലെ കല്യാണത്തിൽ നിന്ന് ആ കല്യാണ വീട്ടിൽ നിന്ന് അമ്മയെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കുടുംബം നാണം കെട്ട് പിരിയും. എന്താ കാര്യം? ഒന്നാമത്തിൽ ഇങ്ങനെ ഭൗതികമായ ഒരു മനുഷ്യൻ്റെ വൈകാരിക പ്രശ്നങ്ങൾ കർത്താവിൻ്റെ പ്രൈമറി റെഫറൻസിലില്ല. കാര്യം എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് വെള്ളം വീഞ്ഞാക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും. അതാണ് വിഷയം. ആ കൃപയുടെ മധ്യസ്ഥനാണ് ഈശോ. മനുഷ്യാവതാര രഹസ്യത്തിലൂടെ മുഴുവൻ കൃപകളുടെ ഏക മധ്യസ്ഥനായിട്ട് ആര് വരുന്നു? ഈശോ വരുന്നു. യോഹന 1:12 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഈ കഴിവാണ് കൃപയെന്ന് പറയണത്. അതുകൊണ്ടാണ് 16 വായിച്ചേ. അവന്റെ പൂർണ്ണതയിൽ നിന്ന് കഴിവിന് മേൽ കഴിവ്. അതാണ് വിഷയം. അവന്റെ പൂർണ്ണതയിൽ നിന്ന് അവനെന്താണ്? അവൻ പാപത്തിന് പരിഹാരമായി, പാപത്തിന് സ്വന്തം ശരീരത്തിൽ ശിക്ഷ വാങ്ങിച്ച്, മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് കഴിയാതെ വന്നതുകൊണ്ട്, മനുഷ്യൻ അതിന് കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ അല്ലാത്തത് കൊണ്ടും ദൈവം തന്നെ യേശുക്രിസ്തുവിൽ മനുഷ്യാവതാരം സ്വീകരിക്കുമ്പോഴാണ് അവൻ ഏക മധ്യസ്ഥനായി മാറുന്നത്. അവൻ ആ മനുഷ്യാവതാരത്തിലൂടെയും അവൻ്റെ പാപത്തിന് പരിഹാരമായി അവൻ ഏറ്റെടുത്ത പീഡാസഹനങ്ങളിലൂടെയും അവൻ നേടിയെടുത്ത വരപ്രസാദത്തിൻ്റെ പൂർണ്ണത എന്നാണ് പറയണത്. അതാണ് അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുമ്പോൾ കൃപാവരങ്ങളുടെ പൂർണ്ണത ആരാണ്? അവനാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കൃപയാലേ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൃപാവരങ്ങളുടെ പൂർണ്ണതയാണ്. അവൻ കൃപയുടെ ഒരു സമുദ്രമാണ്, അതിൻ്റെ കൃപയുടെ ഒരു തടാകമാണ്. ഈ കൃപയുടെ തടാകങ്ങളിൽ നിന്നാണ് പിന്നെ വലിയ നദികൾ വരണത്. അതിന് ഏറ്റവും വലിയ നദി ആരാണ്? പരിശുദ്ധ അമ്മയാണ്. കൃപയുടെ തടാകം ആരാണ്? പാപത്തിന് പരിഹാരം ചെയ്തതും പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുമ്പോഴാണ് പ്രസാദം കൃപയുണ്ടാകണത്. 12:18 മത്തായിയുടെ സുവിശേഷം. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ അതാണ് വിഷയം. ദാസൻ, ദാസിയല്ല. ഇതാ ഞാൻ. ഈ വിഷയത്തിന് വേണ്ടി ദൈവപിതാവ് ഒരാളെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ. അതാണ് ഏക രക്ഷകനെന്ന് പറയണത്. നമ്മൾ പല രക്ഷകന്മാരെ തിരഞ്ഞെടുത്തിട്ടില്ല. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച ആ പ്രസാദമാണ് കൃപയെന്ന് പറയണം. മനസ്സിലായില്ലേ? എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അടുത്ത വായിച്ച്. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീതികളിൽ
അവന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. ഇതാരാണ് വിഷയം? തെരുവീഥികൾ അവൻ്റെ സ്വരം ആരും കേൾക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അവനാണ് ദൈവം പാപത്തിന് പരിഹാരമായി നിശ്ചയിച്ച പ്രതികരിക്കാത്ത. നമ്മളൊക്കെ ഒരു പനി വരുമ്പോഴും ഒരു ഉടമ്പടിയിൽ ഒരു ജപ്തി ഒരു വിസ പ്രോസസ് നടന്നില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കും ഉടനെ. ഞാൻ ഉടമ്പടി എടുത്താണല്ല, എൻ്റെ പച്ചത്തിരി 2 കത്തിച്ചല്ല, നീലത്തിരി 3 കത്തിച്ചല്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് കലഹത്തിന് ചെല്ലും. അവരെ ഈ ദൈവത്തിൻ്റെ അടുത്ത് കലഹത്തിന് ചെല്ലുന്ന ആൾക്കാർ ഓർക്കുക, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കാര്യം എന്താണ്? ദൈവം ഈ സാധനം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് വിഷയം. നമുക്കൊരിക്കലും അതാണ് അത് വായിച്ചത്. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീഥികളിൽ അവന്റെ സ്വരം ആരും കേൾക്കുകയില്ല. ആരും കേൾക്കത്തില്ല എന്ന് വെച്ചാൽ ദൈവത്തിനെതിരെ മല്ലടിക്കത്തില്ലെന്ന്. അവർ ഒരു പനി വന്നാൽ ആ പനി 2 ദിവസം നിന്നാൽ ഞാൻ ഉടമ്പടി എടുത്താണല്ല, ഞാൻ ഉപവസിച്ചതാണല്ല, ഞാൻ പത്രമെല്ലാം വീട്ടിൽ കൊടുത്തതാണല്ല എന്നും പറഞ്ഞ് തെരുവീഥി വഴി നിന്ന് ആരും സംസാരിക്കത്തില്ലെന്ന്. തെരുവീഥികളിൽ അവൻ ആരാണ് ആള്? കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവായ ദൈവമേ, ഈ ഉടമ്പടി ജീവിതത്തിലൂടെ അങ്ങുമായി ഒരു ആത്മബന്ധം എനിക്ക് വരദാനമായി നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവ് അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കരുണ അടിപ്പണ പോലെ വൈദാഖാനം പോലെ കർത്താവിൻ്റെ തിരുമുറുവാർന്ന വരത്തിക്കരാം രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ആന്തരിക രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, മുഴ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, സിസ്റ്റ് കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, സാമ്പത്തികമായ കടങ്ങളുള്ളവർ, ക്യാപ്റ്റനോട് നേരിടുന്നവർ, വിസ പുതുക്കാനുള്ളവർ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, നാട്ടിലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, കർഷകർ, ഓപ്പറേഷൻ നേരിടുന്നവർ, സ്ഥലവിക്കാൻ ഉദ്ദേശിക്കുന്നവർ, വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ
ദൈവത്തിന്റെ ശക്തിയാൽ എൻ്റെ മക്കളെ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങള്, ഓരോ ദോഷങ്ങള്, ഓരോ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാർഗ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ സൗഖ്യം എല്ലാവരും മുട്ട നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓൺലൈനിലുള്ളവരും ഇവിടെയുള്ളവരും തീക്ഷ്ണമായി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി നന്ദി. യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമോ ദിവ്യകാരുണ്യമേ എന്നുമെന്നും പരിശുദ്ധ പരമോ ദിവ്യകാരുണ്യമേ എന്നുമെന്നും പരിശുദ്ധ പരമോ ദിവ്യകാരുണ്യമേ എന്നുമെന്നും Ave, Ave, Maria, Ave, Ave, ജീവനേകിടുമപ്പമാം ജീവദായകനേശുവിന് ജന്മം നൽകിയ കന്യാമാതാവേ, ജീവനേകിടുമപ്പമാം ജീവദായകനേശുവിന് ജന്മം നൽകിയ കന്യാമാതാവേ, പരിശുദ്ധ കന്യാമറിയമേ, പരിശുദ്ധ സ്നേഹം